ഹലോ കൂട്ടുകാരെ, നിങ്ങളുടെ ലഞ്ചൊക്കെ റെഡിയായോ? ഞാൻ ലഞ്ച് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്ന് കുറച്ച് മത്തിക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് കറിയും വെക്കണം, കുറച്ച് വറക്കും വേണം. പിന്നെ കുറച്ച് പയറുണ്ട്, അത് തോരൻ വെക്കണം. പിന്നെ ടൊമാറ്റോ നുറുക്കുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ലഞ്ച് റെഡിയായതിന് ശേഷം അതും കൂടി ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ മത്തിക്കുട്ടന്മാർ ഇവിടെ കാത്തിരിക്കുകയാണ് മുറിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പൂച്ചയും കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്കിത് മുറിച്ച് കഴുകി വൃത്തിയാക്കി വരാം. അപ്പോൾ അതാ നമ്മൾ മത്തിക്കുട്ടന്മാരൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്ത് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഉപ്പും മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. ആ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. ഈ മീൻ മാറ്റി വയ്ക്കും. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിയിൽ ആവശ്യമായിട്ട് ഒരു മീഡിയം സൈസ് തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ആവശ്യമാണ്. തേങ്ങ അരച്ച് കറി വെക്കുന്നതുകൊണ്ട് തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് 2 പച്ചമുളകും ചെറിയ ഉള്ളിയും. തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ പച്ചമുളകും കൂടെ ചേർത്താം. തേങ്ങ നന്നായി അരഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്യുന്നത് പോലെ അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യമായിട്ടുള്ള മുളകും മഞ്ഞളും ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. പിന്നെ പുളിവെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചതാണിത്. അപ്പോൾ നമുക്ക് മീൻ കറി റെഡിയാക്കാനായിട്ട് പോകാം. മീൻ കറി നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മീൻ കറി വിറകടുപ്പിലാണ് വെച്ചിട്ടുണ്ട്. അത് ആയി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പയർ തോരനുള്ളത് മുറിച്ചിട്ട് വയ്ക്കാം. ഞാൻ ചോറും മീൻ കറിയൊക്കെ അടുപ്പിൽ തന്നെയാണ് വയ്ക്കാറ്. പച്ചക്കറിയൊക്കെ ആണെങ്കിലും ഗ്യാസിൽ വയ്ക്കുക. അടുപ്പിൽ വയ്ക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതലുണ്ടാകുക. ഉപ്പേരി വെക്കാനുള്ള പയറാണിത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ പയറാണ്. ഇത് മുറിച്ചിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ കറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കാം. അരഞ്ഞതിന് ശേഷം ആ ചെറിയുള്ളിയും കൂടി ചേർത്തണം. എന്നാൽ അരച്ചിട്ട് കാണാം. നമ്മളെ മീൻ കറീൻ്റെ ഉപ്പും മുളകൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനൊന്ന് തിളച്ചതിന് ശേഷം തേങ്ങയുടെ അരപ്പും കൂടെ ചേർക്കാം. ഇതൊന്ന് ചുഴറ്റി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം, തിളക്കട്ടെ. നമ്മളെ മീനൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ അരപ്പ്. ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് വേണം തോന്നുന്നു. കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എരിവൊക്കെ പാകത്തിനുണ്ട്. ഉണ്ടമുളക് അരച്ചത് കൊണ്ട് അതിൻ്റെ എരിവ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി കുറച്ചിടുന്നുണ്ടു. ഇത് തള വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വറുത്ത് പൊടിച്ച ഉലുവയാണ്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു വറവും കൂടി ഇട്ട് കൊടുത്താൽ മീൻകറി റെഡി. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ചട്ടി വെച്ച് കടുക് പൊട്ടിക്കാം. കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പേരി ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം പയറിട്ട് കൊടുക്കാം. ഇതിൽ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വെറും പയർ മാത്രം വേവിച്ചെടുത്ത് ലാസ്റ്റ് ഇത്തിരി തേങ്ങയും കറിവേപ്പിലയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് പയറിട്ട് കൊടുക്കാം. പയർ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതാ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഉപ്പേരി അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വറുക്കാൻ എടുത്ത് വെച്ച മീൻ ഇപ്പുറത്ത് വെച്ച് വറുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചൂട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുക്കാം.
അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻ ആയി വന്നിട്ടുണ്ട്, നമുക്കിത് ഓഫാക്കാം. ഉപ്പേരിയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്ത് തേങ്ങയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ലഞ്ചിന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകുന്നേരത്തെ സ്നാക്സ് റെഡിയാക്കാൻ പോവുകയാണ്. ടൊമാറ്റോ നുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അരിപ്പൊടിയും പിന്നെ 1/2 കപ്പ് കടലമാവും ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും 2 തക്കാളി വേവിച്ച് തോലൊക്കെ പോക്കി പിന്നെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം അതും കൂടെ ഇതിൻ്റെ കൂടെ കുഴച്ചിട്ടുണ്ട്. പിന്നെ കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകവും. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേർത്തത്. ഇനി നമുക്ക് സേവനാഴിയിലിട്ട് മുറുക്കുണ്ടാക്കുന്ന ഈ ഒരു അച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിലിട്ട് നമുക്ക് നുറുക്ക് ചുറ്റിച്ചെടുക്കാം. കുറേശ്ശെ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായോ എന്ന് നോക്കാം. ഓയിലൊന്നും കൂടി ചൂടാവാനുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നുറുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു.